പ്രധാന പ്രതിഷ്ഠ ഒഴികെ എല്ലാ പ്രതിഷ്ഠകളും മരതക കല്ലിൽ കൊത്തിയത്. ശ്രീകോവിൽ 500 വർഷം പഴക്കമുള്ളത്. ദ്വാപരയുഗത്തിൽ ശ്രീരാമൻ്റെ അശ്വമേധ യാഗത്തിലെ യാഗാശ്വത്തിനെ ലവകുശന്മാർ പിടിച്ചു കെട്ടിയ സ്ഥലം. ദ്വാപരയുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ മക്കളായ ലവകുശന്മാർ താമസിച്ചിരുന്ന വാൽമീകി മഹർഷിയുടെ ആശ്രമമിരുന്ന സ്ഥലത്തേക്ക്, ചിന്നംബേഡ് എന്ന സിർവാപുരിയിലേക്ക് ചെന്നൈയിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം, ചെന്നൈ കൽക്കട്ട നാഷണൽ ഹൈവേയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാണ കഥകളിലെ പല കാര്യങ്ങളും പിന്നീട് നിത്യജീവിതത്തിൽ യഥാർത്ഥമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സിർവാപുരിയിലെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ചിന്നംബേഡ് എന്ന മനോഹര ഗ്രാമത്തിലൂടെ പ്രതീക്ഷിച്ചതുപോലെ വലിയ ക്ഷേത്രമല്ല. ദൂരക്കാഴ്ചയിൽ 5 നിലയുള്ള പ്രധാന ഗോപുരം കാണാം. വിവാഹത്തിന് ശേഷം ഭഗവാൻ മുരുകൻ വള്ളിയോടുകൂടി വന്ന് താമസിച്ച സ്ഥലം. ₹10 നിരക്കിൽ ക്ഷേത്രത്തിൽ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വിശാലമായ ഗ്രൗണ്ട്. ക്ഷേത്രത്തിലേക്ക് 200 മീറ്റർ ദൂരം. വാൽമീകി ആശ്രമത്തിൽ വളരുന്ന ലവകുശന്മാർ ശ്രീരാമചന്ദ്രൻ്റെ അശ്വമേധയാഗത്തിലെ യാഗാശ്വത്തെ ഇവിടെ കെട്ടിയിടുന്നു. ഹനുമാനും ലക്ഷ്മണനും വന്നിട്ടും യാഗാശ്വത്തെ വീണ്ടെടുക്കാൻ സാധിക്കാത്തതിനാൽ ശ്രീരാമൻ നേരിട്ട് വന്നു. ശ്രീരാമൻ സ്വന്തം പിതാവാണെന്ന് മനസ്സിലാകാതെ ലവകുശന്മാർ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നു. ഇതൊരു വഴിപാടാണ്. സ്വന്തമായി വീട് എന്ന ആഗ്രഹമുള്ളവരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ. ചെറിയ കുട്ടികൾ എന്ന അർത്ഥത്തിൽ സിറുവർ എന്നും യുദ്ധം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പോർ പുരിന്ത ഇടം എന്നതും ലോപിച്ചാണ് സിർവാപുരി എന്ന സ്ഥലപ്പേരുണ്ടായത്. യുദ്ധത്തിനായി ചെറിയവർ അമ്പെടുത്തതിനാൽ സിറുവർ അമ്പ് ഏട് എന്നത് ലോപിച്ച് ചിന്നംബേഡ് എന്നും അറിയപ്പെട്ടു. ശ്രീരാമൻ ലവകുശന്മാരോട് യുദ്ധം ചെയ്ത് യാഗാശ്വത്തെ വീണ്ടെടുത്തു എന്നത് ഐതിഹ്യം. എവിടെ നോക്കിയാലും കമ്പിവേലികൾ. ചൊവ്വ ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഭഗവാൻ മുരുകനെ മാത്രമേ ദർശിക്കാൻ സാധിക്കൂ. ഏറ്റവും അധികം ഭക്തജന തിരക്കുള്ള ദിവസങ്ങൾ. 6 ചൊവ്വാഴ്ചകൾ തുടർച്ചയായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് വിശ്വാസം. ഞാനിപ്പോൾ 100 രൂപയുടെ പ്രത്യേക ദർശനത്തിനുള്ള വരിയിലാണ്. ഇവിടെയും ഭക്തജന തിരക്കാണ്. രാജഗോപുരത്തിനടിയിൽ ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രധാന കവാടം. ഒരു പ്രധാന വഴിപാടാണ് നെയ്വിളക്ക് കത്തിക്കുക എന്നത്. സന്താന സൗഭാഗ്യത്തിനായി മരത്തിൽ തൊട്ടികെട്ടി പ്രാർത്ഥിക്കുക എന്നതും ഒരു വഴിപാട്. മരതക കല്ലിൽ തീർത്ത മയിൽ രൂപം ഭഗവാൻ മുരുകൻ്റെ വാഹനം. പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ പുറകിലായി മൂലവിഗ്രഹ പ്രതിഷ്ഠ. കൂടാതെ ഭഗവാൻ ശിവൻ അണ്ണാമലയാറായിട്ടും പാർവതീദേവി ഉണ്ണാമലയാൾ ആയിട്ടും
മരതക വിനായകർ, ചണ്ഡികേശ്വർ, നവഗ്രഹങ്ങൾ, നാഗർ എന്നിങ്ങനെ ഉപക്ഷേത്രങ്ങളും. നവരാത്രി, പൈങ്കുനി ഉത്രം, തൃക്കാർത്തിക എന്നിവയാണ് പ്രധാന വിശേഷ ആഘോഷങ്ങൾ. നട തുറന്നിരിക്കുന്ന നേരം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുമാണ്. പ്രധാന വിശേഷ ദിവസമായ ചൊവ്വാഴ്ചകളിൽ വെളുപ്പിന് 4:30 മണിക്ക് നട തുറന്നാൽ രാത്രി 9:30 മണിക്ക് മാത്രമേ നട അടയ്ക്കുകയുള്ളൂ. ദർശനം 3 വിധത്തിൽ. പൊതുദർശനം 1 ക്യൂവും സ്പെഷ്യൽ ദർശനം 50 രൂപയുടെയും 100 രൂപയുടെയും പ്രത്യേക ക്യൂവുമാണ്. ക്ഷേത്ര പൂജകളും വഴിപാടുകളും എല്ലാം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് ബസ്സിൽ വരുന്നവർക്ക് റെഡ് ഹിൽസ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ് ലഭ്യമാണ്. ശിറുവാപുരി ബാലസുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക്. ക്ഷേത്രത്തിന് പുറത്തെ കാഴ്ചകളാണ് ചിന്നമ്പേട് ഗ്രാമത്തിലെ കർഷകരും കാർഷിക വിളകളും. എല്ലാം ഫ്രഷ് പച്ചക്കറികളാണ്. തൊഴുതിറങ്ങുന്ന എല്ലാ ഭക്തജനങ്ങളും എന്തെങ്കിലും വാങ്ങിയിട്ടാണ് പോകുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടോ? ഞാൻ വരുമ്പോൾ 10ഓളം കാറുകൾ മാത്രം. ശിറുവാപുരി കാഴ്ചകളും വിവരണങ്ങളും ഇഷ്ടമായോ? വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്.